ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. നമ്മൾ 7 വരെയുള്ള ചാപ്റ്ററിൻ്റെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിലുണ്ട്. സോഷ്യൽ സയൻസും ബേസിക് സയൻസും മാത്സിൻ്റെ ഒക്കെ നോട്ടുണ്ട്. പിന്നെ അഡീഷണൽ സമയം കിട്ടുമ്പോൾ ബാക്കിയുള്ള പാഠത്തിൻ്റെ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ സോഷ്യൽ സയൻസിൻ്റെ ഇതുവരെയുള്ള 7 ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ടും കിടപ്പുണ്ട് കേട്ടോ. അത് കയറി എഴുതിയെടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നാണ് പാഠത്തിൻ്റെ പേര്. ടെസ്റ്റ് കണ്ടോ നിങ്ങൾ ഇതിനകത്തിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കിയേ, സ്റ്റഡി ടൂറിൻ്റെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത്. ആസ് പാർട്ട് ഓഫ് ദെയർ സ്റ്റഡി ടൂർ ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ദ ചിൽഡ്രൻസ് ഓഫ്, ആ പേരൊക്കെ നോക്കണേ, ഏതാ, കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂള് വിസിറ്റഡ് പ്ലേസ് ലൈക്ക്, ഓരോ പേര് നോക്കണേ നിങ്ങളിവിടെ. കണ്ടാണശ്ശേരി, അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്. കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന് കേട്ടോ, മുനിയാട്ടുകുന്ന്, ഈ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുമായതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് കുടക്കല്ല് പറമ്പ് ആൻഡ് ദ ശക്തൻ തമ്പുരാൻ മ്യൂസിയം ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്സ്. ലെറ്റ്സ് ഗെറ്റ്സ് ഫെമിലറൈസ്ഡ് വിത്ത് എ പാർട്ട് ഓഫ് റിച്ചൂസ് ട്രാവലോഗ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ gathered during the study tour. അതിനകത്തിൽ കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല. അതായത് നമ്മുടെ ഇവിടെ കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെല്ലാം കൂടെ ചരിത്രശേഷിപ്പുകൾ തേടി ഒരു പഠനയാത്രയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ, ഏതൊക്കെ ജില്ലയിലാണ് അവർ പോയെന്ന, കണ്ടാണശ്ശേരിയിൽ, മുനിയാട്ടുകുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ശക്തൻ തമ്പുരാൻ മ്യൂസിയവും ഒക്കെ സന്ദർശിച്ചു. ഈ യാത്രയുടെ ഭാഗമായിട്ട് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാ അനുഭവത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് പരിചയപ്പെടാമെന്നാവും നിങ്ങൾ എഴുതി പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിൽ നിങ്ങളിപ്പോൾ സ്പെല്ലിംഗ് ഒന്നും കാണാതെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അതങ്ങ് പോട്ടെ കേട്ടോ. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ? ഇനി ഇത് നമുക്കൊന്ന് വായിക്കാം. എ ജേർണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്, റിച്ചു എസ്, ക്ലാസ് 6B, ഗവൺമെൻറ് UPS, കാറ്റാടിക്കുന്ന്. ഫ്രം ദ പ്ലെയിൻ ഏരിയ വി സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് അപ്പ് ദ ഹിൽസ്. ഇറ്റ് വാസ് ആൻ അമേസിംഗ് ജേർണി ത്രൂ സ്മാൾ ബുഷസ്, ദ സ്ലോപ്സ് ആൻഡ് റോക്കി ക്രാക്സ്. ദീസ് ട്രിപ്സ് റിയലി സർപ്രൈസ്ഡ് us. വി സോ കുടക്കല്ല്, അതായത് അംബർല സ്റ്റോണ്, തൊപ്പിക്കല്ല്, അതായത് ക്യാപ് സ്റ്റോണ്, അതിനെക്കുറിച്ചൊക്കെ നമുക്കിപ്പോൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് കേട്ടോ. ആൻഡ് മുനിയറ എന്ന് വെച്ചാൽ ഡോൾമൈൻ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. The one shaped like umbrellas were Kudakalla, the cap shaped one were Topikalla, and the cave like one were Muniaras. These were built by humans who lived centuries ago. Our teacher told us about these historical the relics in details. To learn more about these, we went to the Shaktan Tamburan Museum in Thrissur town. The museum had a collections of the stone monuments similar to the one that we have seen in different places, and its models along with the descriptions were also displayed. We were really amazed to see the iron weapons, tools, pots, ornaments and coins collected from these stone monuments. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇവിടെ ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര എന്നാണ്. ദ ജേർണി ഓഫ് സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ആരെയാണ്? റിച്ചു, ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന റിച്ചു. എവിടുത്തെയാ? കാറ്റാടിക്കുന്നിലെ അല്ലെ, കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെയാണ്. അതായത് നിരപ്പാർന്ന പ്രദേശത്ത് നിന്നും കുന്നിൻ മുകളിലേക്ക് കേട്ടോ, അവൻ എഴുതിയതാണ് ഫസ്റ്റ്. ഫ്രം ദ പ്ലെയിൻസ് ഏരിയ വി സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് അപ്പ് ദ ഹിൽസ്. നിരപ്പാർന്ന പ്രദേശത്ത് നിന്നും കുന്നിൻ മുകളിലേക്ക്. പിന്നോ ചെറിയ കുറ്റിക്കാടുകൾ. ഇറ്റ് വാസ് ആൻ അമേസിംഗ് ജേർണി ത്രൂ സ്മാൾ ബുഷസ് അല്ലേ, കുറ്റിക്കാടുകൾ. പിന്നെ ചെങ്കുത്തായ കയറ്റങ്ങൾ, സ്റ്റീപ്പ് സ്ലോപ്സ് അല്ലെ, ചെങ്കുത്തായ കയറ്റങ്ങൾ.
പാറ ഇടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഇതൊന്നും ചോദിക്കത്തില്ല, ആ കൊച്ചു എഴുതിയതിനെ കുറിച്ചൊന്ന് പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും എന്താണ് ഈ യാത്ര ഞങ്ങളെ ഒരു അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ നോക്കണേ നിങ്ങളെ, ശിലകളായിട്ട് നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇനിയും പഠിക്കാം. അതുപോലെ തന്നെ തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടു അല്ലേ. പിന്നെ കുട പോലിരിക്കുന്നതാണ് കുടക്കല്ല്, തൊപ്പി പോലിരിക്കുന്നതിനെയാണ് തൊപ്പിക്കല്ല്, ഗുഹ ഉള്ളതിനെയാണ് നമ്മൾ മുനിയറകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ. ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ കണ്ടത് സമാനമായ ശിലാസ്മാരകങ്ങളുടെയും ശേഖരങ്ങളും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പ് ആയുധങ്ങള്, ഉപകരണങ്ങള്, പാത്രങ്ങള്, ആഭരണങ്ങള്, നാണയങ്ങള് എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് നമ്മുടെ റിച്ചു എഴുതിയതാട്ടോ. റിച്ചുവിൻ്റെ ഒരു ജേർണി ഇൻ സെർച്ച് ഓഫ് ഹിസ്റ്റോറിക്കൽ റിമൈൻസ് എന്നല്ലേ, ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര എന്ന് പറയുന്നതിൽ എഴുതി ഡയറിയാണ്. ഡയറി കുറിപ്പുകളായിട്ടാണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അത് അത്രയും നല്ലതുപോലെ ഒന്ന് അറിയണേ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഹാവ് യു ഗോൺ ഫോർ സ്റ്റഡി ടൂർസ് ലൈക്ക് ദിസ്, ഡു യു റൈറ്റ് ആൻഡ് പ്രസൻസ് അബൌട്ട് സച്ച് എക്സ്പീരിയൻസ്? നിങ്ങൾ ഇത്തരത്തിലുള്ള പഠനയാത്രകളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? അതിൻ്റെ അനുഭവം എഴുതി ഒന്ന് അവതരിപ്പിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലെ ഒന്നാമത്തെ ചോദ്യം നോക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറാണ് വേണ്ടത് അല്ലേ. എന്താ? വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലിംഗ് അല്ലേ. എന്താ? ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് നമ്മുടെ ആ റിച്ചുവിൻ്റെ യാത്രാനുഭവത്തിൽ വിവരിച്ചിരിക്കുന്നത്? ഏതെല്ലാം നിങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? റിച്ചു എവിടേക്കാണ് പോയത് നോക്കിക്കേ. കുടക്കല്ല്, അംബർല ഷേപ്പിലിരിക്കുന്ന കുടക്കല്ല്, പിന്നെ തൊപ്പിക്കല്ല്, ക്യാപ്പ് സ്റ്റോണിൽ തൊപ്പിക്കല്ല്, ആൻഡ് മുനിയറ അല്ലേ, ഡോൾമെൻ, മുനിയറ, ഇതൊക്കെയാണ് എന്താ റിച്ചു ചരിത്രശേഷിപ്പുകളെ കുറിച്ച് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ യാത്രാനുഭവങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തിൽ എന്തുവാ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചത്. കുടക്കല്ലിനെ, അത് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കേട്ടോ. അതായത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ അതങ്ങ് എഴുതാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇതെഴുതിക്കോ. വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ഇൻ റിച്ചൂസ് ട്രാവലിംഗ് അല്ലേ. എന്നൊക്കെ ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? 1 കുടക്കല്ല്, സ്പെല്ലിങ് നല്ലപോലെ പഠിച്ചോണേ. 1 കുടക്കല്ല്, 2 തൊപ്പിക്കല്ല്, 3 മുനിയറ, സ്പെല്ലിങ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ താഴെ മലയാളം ഉണ്ട്. ഇപ്പോൾ മലയാളം മീഡിയക്കാരും ഇംഗ്ലീഷ് മീഡിയക്കാരും ഇതങ്ങ് എഴുതിയെടുക്കണം. അവനവൻ്റെ എഴുതിയെടുത്തോ. രണ്ടും എഴുതിയെടുത്താൽ അത്രയും നല്ലത് കേട്ടോ. പഠിക്കാൻ നല്ലതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഇനി നമ്മൾ പഠിക്കുന്നത് മെഗാലിത്തിക് ഏജിനെ കുറിച്ചാണ്. എന്താ നിങ്ങളെ? മെഗാലിത്തിക് ഏജ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് മഹാശിലായുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ശിലായുഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? മഹാശിലായുഗത്തിനെയാണ് മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കുടക്കല്ല്, അതായത് അംബർല സ്റ്റോൺ, നമ്മുടെ അപ്പുറത്ത് ഇതിൻ്റെ പടം ഉണ്ട് കേട്ടോ. തൊപ്പിക്കല്ല്, അതായത് ക്യാപ് സ്റ്റോൺ, ആൻഡ് മുനിയറാസ്, അതായത് DOLMENS എന്നാണ് കേട്ടോ. ഡോൾമെൻസ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. സിൻസ് these are made of huge stones or stone slabs, they are called megalithic monuments. The period during which these stone monuments were built in known as megalithic age. അപ്പോൾ അതെന്താണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, എന്താണ് മെഗാലിത്തിക് ഏജ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതങ്ങ് എഴുതണം. നോക്കിക്കേ, കുടക്കല്ല്, അതായത് അംബർല സ്റ്റോൺ, തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോൺ നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. ടെസ്റ്റിനകത്തിൽ കിടപ്പുണ്ട്. ഇതൊക്കെ എന്തുവാന്ന് വേണ്ടേ ഈ പടം കണ്ടോ? കണ്ടേ? തൊപ്പിക്കല്ല്, തൊപ്പി പോലിരിക്കുന്നുണ്ട്. തൊപ്പിക്കല്ല്, കൊട പോലിരിക്കുന്നുണ്ട് കുടക്കല്ല്. മുനിയറ ഉണ്ടോ ഇതിനകത്ത്? അകത്തോട്ട്. അതുപോലെ തന്നെ കല്ലറയുണ്ട് കേട്ടോ. കല്ലറ, നാട്ടുകല്ല് കേട്ടോ.
കണ്ടോ മെഗാലിത്തിക് മോണുമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതാനാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ ആ പടം ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ കുടക്കല്ല്, അംബർല സ്റ്റോണ്, തൊപ്പിക്കല്ല്, ക്യാപ് സ്റ്റോണ് ആൻഡ് മുനിയറാസ് ഡോൾമെൻറ്റ്സ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. എന്തോ നിങ്ങൾ ഗ്രാനൈറ്റ് ലാറ്ററൈറ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിങ്കല്ലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്. ഈ കുടക്കല്ല് എന്തോത്തിലൊക്കെയാണ് നിർമ്മിച്ചതെന്ന് ചോദിക്കും കേട്ടോ. ഫസ്റ്റ് കുടക്കല്ലിനെ കുറിച്ചാണ്. ഇതെന്തുകൊണ്ടൊക്കെയാണ് ഇത് പണിഞ്ഞത്? കുടക്കല്ല്, തൊപ്പിക്കല്ല് ആൻഡ് മുനിയറാസ് മെയ്ഡപ്പ് ഓഫ്, ഇത് മൂന്നെണ്ണവും കരിങ്കല്ലും അതുപോലെ തന്നെ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റില് കേട്ടോ, ഫസ്റ്റ് വരി അതാണ്. രണ്ടാമത്തത്, സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ് ദേ ആർ കാൾഡ് മെഗാലിത്തിക് മോണുമെന്റ്സ്. അത് തന്നെയാണ് ഇതിൽ എഴുതിയേക്കുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ വരെ പറഞ്ഞു. രണ്ടാമത്തെ, സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബ്സ് ദേ ആർ കാൾഡ് മെഗാലിത്തിക് മോണുമെന്റ്സുകൾ. അതായത് വലിയ ശിലകൾ കൊണ്ടോ കേട്ടോ, ഹ്യൂജ് സ്റ്റോൺസ് എന്ന് വെച്ചാൽ വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ സ്റ്റോണിൻ്റെ സ്ലാബുകളുണ്ടല്ലോ അതുകൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടൊക്കെയാ? ഹ്യൂജ് സ്റ്റോൺസ്, വലിയ സ്റ്റോൺസ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ സ്ലാബുകൾ കൊണ്ട് പണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യമേ പറഞ്ഞ ഇതെന്താണ്? ഇത് ഗ്രാനൈറ്റ് കൊണ്ടും ലാറ്ററൈറ്റ് കൊണ്ടും പണിഞ്ഞതാണ്. കരിങ്കല്ലിലും ചെങ്കല്ലിലുമാണ് ഇത് പണിഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ചെന്നൊന്ന് തട്ടിയാലൊന്നും അത് ഉടയത്തും പൊട്ടത്തും ഒന്നുമില്ല കേട്ടോ. കരിങ്കല്ലുകൊണ്ടും ചെങ്കല്ലിലും നിർമ്മിച്ചതാണ് നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതിനെ എല്ലാം പറയുന്ന പേരാണ് മെഗാലിത്തിക് മോണുമെന്റ്സ് അല്ലെങ്കിൽ മഹാശിലാസ്മാരകങ്ങൾ. ഇനി ഇത് വലിയ ഹ്യൂജ് സ്റ്റോൺസ്, വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ സ്റ്റോൺ സ്ലാബ് കൊണ്ടോ ആണിത് പണിഞ്ഞിരിക്കുന്നത്. These period during which these stones monuments were built is known as megalithic age. മെഗാലിത്തിക് ഏജ്, മഹാശിലായുഗം. നമ്മുടെ ഇത് എന്താണെന്നല്ലേ ചോദിച്ചത്? മെഗാലിത്തിക് ഏജ്. ആദ്യമേ മെഗാലിത്തിക് മോണുമെന്റ്സ് എന്നാൽ എന്തെന്ന് എഴുതിയിട്ട് വേണം. മെഗാലിത്തിക് മോണുമെന്റ്സുകൾ എന്നാൽ എന്തെന്നാണ് 2 വരി എഴുതിയിട്ട് വേണം മെഗാലിത്തിക് ഏജ് എഴുതാൻ കേട്ടോ. The period during which these stones monuments were built is known as the megalithic age. ഞാൻ ഓരോ വാക്കും എടുത്ത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കമൻറ്റ് വരുമായിരിക്കും ഇത് എന്തിനാ ഇങ്ങനെ ഓരോ വാക്കും എടുത്ത് പറയുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ വാക്കുകൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും ഞാൻ എടുത്ത് പറയുന്നുണ്ട്. The period during which these stone monuments were built is known as the megalithic age. അതായത് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെയാണ് മഹാശിലായുഗം അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് അതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. ഇത്രയും എന്താണ് മെഗാലിത്തിക് ഏജ് എന്ന് പറയുന്നത് കേട്ടോ. മലയാളം മീഡിയക്കാർ ഇത് എഴുതണം. എന്താണ് മഹാശിലായുഗം? ഓക്കെ ആണല്ലോ. ഞാനിപ്പോൾ വായിച്ചു തന്നെ അറിയാമല്ലോ. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ അല്ലെങ്കിൽ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അത്രയാവും നിങ്ങളെ ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഇനി നോക്കിയേ, ദ എവിഡൻസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ് ആർ ഫൗണ്ട് ദ മോസ്റ്റ് പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. നോക്കണേ നിങ്ങളെ അടുത്ത് അതും ഒരു ക്വസ്റ്റ്യൻ ആൻസറാ. സൗത്ത് ഇന്ത്യ എവിടേക്കാ? മറയൂർ എവിടേക്കാന്ന് നോക്കിയേ? ചേരമൻ പേരൊക്കെ ഒന്ന് നോക്കണേ. മറയൂർ ആ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ മറയൂരിലെ ചേരമനങ്ങാടെന്നാണ് കേട്ടോ. ചേരമനങ്ങാട്, പിന്നെ കുപ്പക്കൊല്ലി ആൻഡ് മങ്ങാട് ഇൻ കേരള. ആ പേരൊക്കെ ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് വരെ തെറ്റുന്നത് കേട്ടോ. എന്താ നിങ്ങളെ? ദ എവിഡൻസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ് ആർ ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സൗത്ത് ഇന്ത്യ. മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി ആൻഡ് മങ്ങാട് ഇൻ കേരള, ആദിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്, പിന്നെ ബ്രഹ്മഗിരി ഇൻ കർണാടക ആൻഡ് നാഗാർജുന കോണ്ട. ആ പേരൊക്കെ നോക്കണേ. നാഗാർജുന കോണ്ട ഇൻ ആന്ധ്രാപ്രദേശ് ആർ ഇമ്പോർട്ടൻ്റ് മെഗാലിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അത് എഴുതിക്കൂടായോ?
ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ എഴുതിയേക്കുന്നത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഈ എഴുതുന്നതിൻ്റെ അനുസരിച്ച് അങ്ങ് എഴുതുക കേട്ടോ. ഞാൻ 2, 3 എന്നൊക്കെ എഴുതി വെച്ച് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്ന് തിരിയാൻ വേണ്ടി നമ്പർ ഇടുന്ന കേട്ടോ. നിങ്ങളല്ലാതെ എഴുതണേ നിങ്ങളെ. അടുത്ത ഇമ്പോർട്ടൻ്റ് മെഗാലിത്തിക് സൈറ്റ് ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? സൗത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയാണേ കേട്ടോ. സൗത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യ. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഗാലിത്തിക് സൈറ്റുകൾ, മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? നോക്കൂ നിങ്ങളെ, കേരളത്തിലെ മറയൂര്, കേരളത്തിലെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാ? മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂര്, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയവയാണ്. ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് ഇൻ കേരള, ആദിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്, ബ്രഹ്മഗിരി ഇൻ കർണാടക, നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ടെസ്റ്റിലെ ഓരോന്നും ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ അത്രയും. ഇനി നമ്മുടെ സൈഡിൽ എന്താണ് ഈ സൗത്ത് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ദക്ഷിണേന്ത്യ എന്നിപ്പോൾ തുടങ്ങിയപ്പോൾ മുതൽ പറയുന്നല്ലോ. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ എന്താണ്? ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നല്ലേ? സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് കൊടുത്തേക്കുന്നത് തന്നെ അല്ലേ? എന്ത് ഈ സൗത്ത് ഇന്ത്യ? നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഇല്ലയോ? എവിടുന്ന ഈ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ അല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പോൾ അതാ എന്താവും നിങ്ങൾ ഈ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യ കംപ്രൈസസ് ദ സദേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന as well as the Union Territories of പോണ്ടിച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. എന്താ നോക്കിക്കേ, എന്താണ് സൗത്ത് ഇന്ത്യ? ദക്ഷിണേന്ത്യ എന്നാൽ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ, ഇന്ത്യയുടെ തെക്ക്, സൗത്ത് എന്ന് വെച്ചാൽ തെക്കല്ലേ, അപ്പം തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, ഇന്ത്യയുടെ ഏത് തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഏതൊക്കെയാ? കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ കേട്ടോ. ഏതാണ്? ഏതൊക്കെയാ? യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് കുഞ്ഞുങ്ങളെ ദക്ഷിണ ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയും അവിടുത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് കേട്ടോ. യൂണിയൻ ടെറിട്ടറീസ്, കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. സൗത്ത് ഇന്ത്യ കംപ്രൈസസ് ദ സദേൺ ഇന്ത്യ സ്റ്റേറ്റ്സ് ഓഫ് കർണാടക, തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ആസ് വെൽ as the യൂണിയൻ ടെറിട്ടറീസ് ഓഫ് പോണ്ടിച്ചേരി ആൻഡ് ലക്ഷദ്വീപ്. ഓക്കെ ആണല്ലോ, വായിക്കാൻ അറിയാമല്ലോ. അതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കണേ. എന്തുവാ ഈ നമ്മൾ തുടങ്ങിയപ്പോൾ പോലെ ദക്ഷിണേന്ത്യ, സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇങ്ങനെ പറയുന്നല്ലോ, എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം പിന്നെന്താ? ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് നോക്കിക്കേ, മെഗാലിത്തിക് മോണുമെന്റ്സുകൾ ഏതൊക്കെയാണ്? അത് നല്ലപോലെ അതിൻ്റെ ഇംഗ്ലീഷും മലയാളം അറിയണം. മഹാശിലാ സ്മാരകങ്ങൾ ഏതെല്ലാമാണ്? തൊപ്പിക്കല്ല് എഴുതാനറിയണേ, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ. ഈ 5 പേര് ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ. സ്പെല്ലിങ് പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, ഇനി അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ നമ്മൾ ആ പടം വരെ വായിച്ചല്ലേ. അടുത്ത് നോക്കിയേ, മെഗാലിത്തിക് മോണുമെൻറ്റ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ആൻഷ്യൻ്റ് ബ്യൂറിയൽ പ്രാക്ടീസസ്. ബെറിയൽ എന്നോ കേട്ടോ, BURIAL എന്ന് കേട്ടോ, ഈ അടക്കുന്നതിന് പറയുന്നതാണ്. സച്ച് സ്റ്റോൺസ് മോണുമെൻറ്റ്സ് വെയർ കൺസ്ട്രക്റ്റഡ് ഫോർ ബെറിങ് ദ റിമൈൻസ് ഓഫ് ദ ഡെഡ്. സിൻസ് ന്യൂമറസ് അയൺ ടൂൾസ് വെയർ ഫൗണ്ട് ഫ്രം മെഗാലിത്തിക് മോണുമെൻറ്റ്സ്, ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ദ അയൺ ഏജ്. പിന്നോ എലോങ് വിത്ത് ദ റിമൈൻസ് ഓഫ് ദ ഡെഡ് ഓർണമെൻറ്റ്സ്, അതുപോലെ വെപ്പൺസ്, ടൂൾസ്, വെസൽസ് ആൻഡ് കോയിൻസ് ദാറ്റ് ദേ യൂസ്ഡ് വെയർ ആൾസോ ഫൗണ്ട് ഫ്രം മെഗാലിത്തിക് മോണുമെൻറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. ഈ കൊടുത്തിരിക്കുന്ന പടമൊക്കെ നമ്മൾ ഈ ശവസംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് കേട്ടോ. മൃതശരീര അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ. ഇതൊക്കെ നമ്മൾ
വിചാരിക്കും എന്തുവാ ഇതൊക്കെ ഓരോരുത്തരെയും അടക്കിയതാട്ടോ. നമ്മൾ മൃതശരീര അവശിഷ്ടങ്ങൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ അടക്കത്തില്ലേ, ആ അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നത്. ഈ മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും ഇരുമ്പായുധങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള സ്മാരകങ്ങളൊക്കെ പൊളിച്ചു നോക്കുമ്പോൾ ഒരുപാട് ഇരുമ്പ് ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിനെ ഇരുമ്പ് അങ്ങനെ കൂടുതൽ ധാരാളമായിട്ട് കണ്ടെത്തിയത് കൊണ്ട് ആ കാലഘട്ടത്തെ നമ്മൾ ഇരുമ്പ് യുഗം അല്ലെങ്കിൽ അയണേജ് എന്ന് വിളിച്ചിരുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം തന്നെ അവരെന്ത് ഉപയോഗിച്ചിരുന്നത്, അടക്കാൻ സമയത്തെ നമ്മൾ ബോഡി അടക്കത്തില്ലേ, അടക്കാൻ സമയത്ത് അവർ ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ, നോക്കണേ അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഓർണമെൻറ്റ്സ്, വെപ്പൺസ്, ടൂൾസ്, വെസൽസ്, കോയിൻസ്, ഇങ്ങനെയുള്ള എല്ലാം മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്മാരകങ്ങളൊക്കെ പൊളിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു ചോദ്യമുണ്ട്. അത് ഈ തന്നിരിക്കുന്നതിൻ്റെ ചോദ്യമാണ് ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അത് നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അതിനകത്തിൽ ഒന്നാമത്തെ നോക്കിയേ, മേജർ മെഗാലിത്തിക് സൈറ്റുകൾ ഏതെല്ലാമാണ്. ഞാനത് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെ, നമ്മുടെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം മേജർ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. മേജർ മെഗാലിത്തിക് സൈറ്റ് കേരളത്തിൽ മറയൂർ മാത്രമല്ല, നമ്മൾ വേറെ പറഞ്ഞായിരുന്നില്ലേ മുമ്പേ. തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശിൽ നാഗാർജുന കോണ്ട, കർണാടകയിൽ ബ്രഹ്മഗിരി കേട്ടോ. ബ്രഹ്മഗിരി അതാണ്ട് അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. ഏതെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വായിക്കണേ. കേരളത്തിൽ മറയൂർ, തമിഴ്നാട് ആദിച്ചനല്ലൂർ, ആന്ധ്രാപ്രദേശ് നാഗാർജുന കോണ്ട, പിന്നെ കർണാടകത്തിലെ ബ്രഹ്മഗിരി. രണ്ടാമത്തെ ചോദ്യം, മേജർ മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. മേജർ മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മൾ മുകളിൽ തന്നിരിക്കുന്ന ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആയി കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് അവിടെ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ, ഇതൊക്കെയാണ് എന്താണ് മേജർ മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തിങ്സ് ബെറിഡ് വിത്ത് റിമൈൻസ് ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം അവരെന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. തിങ്സ് ബെറിഡ് വിത്ത് റിമൈൻസ് ഓഫ് ദി ഡെഡ് എന്തെല്ലാമാണ് നോക്കിക്കേ. എന്തൊക്കെയാണ് അവർ ഉപയോഗിച്ച ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ, ടൂൾസ്, ആയുധങ്ങൾ, വെപ്പൺസ്, ഉപകരണങ്ങൾ, വെസൽസ്, പാത്രങ്ങൾ, കോയിൻസ്, നാണയങ്ങൾ തുടങ്ങിയവയൊക്കെ എന്താണ് അതിനകത്ത് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ ഇത് കുഴിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ആണോ? എൻ്റെ തൊട്ടിപ്പുറത്ത് കുറേ ടൂൾസ്, കിട്ടിയ ടൂൾസിൻ്റെ ഒക്കെ പടം കൊടുത്തേക്കുന്നുണ്ടോ, എന്തൊക്കെ ടൂൾസുകൾ അവർക്ക് അതിനകത്തുനിന്ന് കിട്ടിയെന്നാണ് കേട്ടോ. ദ അയണേജ് ഇൻ സൗത്ത് ഇന്ത്യ. ദ അയൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ് ഫ്രം ദ ആദിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്. Observe the figure of tools and weapons of different shape and size using during the Iron Age. Iron Age കേട്ടോ. Iron Age ആണ്. These include knife, sword, sickle, spearhead, tripod and lamps made of iron. The use of iron helped in the agriculture progress of the megalithic age. Megalithic culture അതൊരു ചോദ്യമുണ്ട് കേട്ടോ. Megalithic culture എന്താണ്? Is the creation of peoples who progressed from food gathering to food productions കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വാട്ട് ആർ ദ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ് ഇൻ മെഗാലിത്തിക് കൾച്ചർ? ഏതൊക്കെയായിരുന്നു? ദീസ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് നിങ്ങൾ അവിടെ ഡിസ്കവേർഡ് ഇൻ മെഗാലിത്തിക് കൾച്ചറിലെ വെപ്പൺസുകൾ? നൈഫ്, സോഡ്, സിക്കിള്, സ്പിയർ ഹെഡ്, ട്രൈപോഡ് ആൻഡ് ലാംസ് കേട്ടോ. നമ്പർ ഇട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. അങ്ങനെയാണെങ്കിൽ അതിനകത്തിൽ ഒരു ചോദ്യമുണ്ട്, എന്താണ് ഈ മെഗാലിത്തിക് കൾച്ചർ എന്താണെന്ന്. മെഗാലിത്തിക് കൾച്ചർ എന്നാൽ എന്താണ് മെഗാലിത്തിക് കൾച്ചർ ഈസ് ദ ക്രിയേഷൻ ഓഫ് പീപ്പിൾസ് ഹൂ പ്രോഗ്രസ്ഡ് ഫ്രം ഫുഡ് ഗ്യാതറിങ് ടു ഫുഡ് പ്രൊഡക്ഷൻസ്. ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും അവർ ശേഖരിച്ച് വെക്കുമല്ലോ, ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ച ആളുകളുടെ ഒരു സൃഷ്ടിയാണ്, അല്ലെ ആളുകളെയാണ് അങ്ങനെ അവർ മാറി അല്ലേ, പുരോഗമിച്ച. ഇതിന് കുറച്ചുകൂടെ നല്ല സെൻറ്റൻസ് ഞാൻ അടുത്ത നോട്ടിൽ തരാം കേട്ടോ. അതായത് നമുക്ക് ഭക്ഷ്യ ശേഖരണത്തിൽ നിന്നും അവർ ഉൽപാദനത്തിലേക്ക് അങ്ങ് പുരോഗമിച്ചു എന്നാണ് കേട്ടോ മെഗാലിത്തിക് കൾച്ചർ, മഹാശിലാ സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിച്ച് പ്രസന്റ് ഡേ സ്റ്റേറ്റ് ടു ദ കളേർഡ് റീജിയൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെന്റ്. അതിൻ്റെ തൊട്ട് താഴെ ഒരു മാപ്പ് ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഭൂപടത്തിൽ നിന്നും നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ, നിറം കൊടുത്തിരിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്? കർണാടക, കേരള,
പിന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയിലാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഈ ഭാഗത്തിൻ്റെയാണ് ഇവിടെ ഇത്രയിടം കൊടുത്തേക്കുന്നത് കേട്ടോ. ആൻഷ്യൻ്റ് തമിഴകത്തിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആ കളർ കൊടുത്തതിൻ്റെ ഉണ്ട് ഇത്രയും ഭാഗം, ഇവിടുന്ന് ഇത്രയും ഭാഗത്തിനാണ് കളർ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്? കർണാടക, ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. കർണാടക, കേരളം, കർണാടകം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. എന്തോ ഈ തമിഴകം എന്ന് വെച്ചാൽ അത് തൊട്ടിപ്പുറത്തുണ്ടോ കുഞ്ഞില്ല കേട്ടോ. അതിന് അവിടെ മുതൽ നമുക്കിനി അടുത്ത പാർട്ടിലിടാം. അതുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ. റീജിയൻസ് മാപ്പ് റെപ്രസെൻറ്റ് കർണാടക, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഭൂപടത്തിൽ നിറഞ്ഞു നൽകിയ പ്രദേശങ്ങളിൽ നിന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് വിച്ച് റെപ്രസെൻറ്റഡ് എ സ്റ്റേറ്റ് ഡു ദ കളേഡ് റീജിയൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെൻറ്റ് ഏതൊക്കെയാ? കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് കേട്ടോ. ദ സൗത്ത് ഇന്ത്യൻ റീജിയൻസ് വിച്ച് ഈസ് കളേഡ് ഓൺ ദ മാപ്പ് ഇൻ നോൺ ആസ് തമിഴകം ഇൻ ഏൻഷ്യൻ്റ് ടൈംസ്. ദ മെയിൻ ഹിസ്റ്റോറിക്കൽ സോഴ്സസ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ഏൻഷ്യൻ്റ് തമിഴകം ആൻഡ് പഴന്തമിഴ് പാട്ടുകൾ എന്നുണ്ട് കേട്ടോ. പഴന്തമിഴ് പാട്ടുകൾ, കോയിൻസ്, ട്രാവലേഗ്, ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് സോ ഓൺ. എമംഗ് ദീസ് മോർ ഇൻഫർമേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ സംഗം ലിറ്ററേച്ചർ, എ കളക്ഷൻ ഓഫ് ഏൻഷ്യൻ്റ് തമിഴ് സോങ്സുകൾ. നമുക്ക് എന്താണ് ഈ തമിഴകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് അറിയപ്പെടുന്നതിന് തമിഴകം എന്ന പേരിലായിരുന്നു. ദക്ഷിണേന്ത്യൻ പ്രദേശം പണ്ട് കാലത്തെ പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത്. സൗത്ത് ഇന്ത്യൻ റീജിയൻസ് വിച്ച് ഇൻക്ലൂഡ് ഏതൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? കേരള ഉണ്ടായിരുന്നു, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, വാസ്നോണസ്, ഇതെല്ലാം എന്താ തമിഴകത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ മുതലുള്ള നോട്ട് നമുക്ക് പാർട്ട് 2 ഇടാം കുഞ്ഞുങ്ങളെ. ഇത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. പ്രധാനപ്പെട്ടതെല്ലാം നമ്മൾ വായിച്ചതിൽ നിന്നും പ്രധാനപ്പെട്ടതെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾ കമൻറ്റ് പറയണേ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്തോ കേട്ടോ. ഓക്കെ, താങ്ക് യു.